നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിടിക്കുന്നോ? ബാക്കി ഞാൻ നിന്റെ മുഖത്തൊഴിച്ചിട്ട് ഗ്ലാസ് താഴെ എറിഞ്ഞ് പൊട്ടിക്കണോ? നീ എന്തിനാ ഇവിടെ കയറി വന്നത്? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇത് നിന്റെ വീടായിട്ടല്ലേ ഞാൻ വന്നതേ. ഇത് എന്റെയും കൂടി വീടായിട്ടാ. അമ്മയെ കൊന്നിട്ട് നാണോ മാനോ ഇല്ലാതെ കയറി വന്നിരിക്കുന്നു. ഞാൻ അമ്മയെ കൊന്നത് നീ കണ്ടോടി? എന്താ ഇവിടെ? എടി കണ്ടോന്ന്? എടി മഹാഭാവി, നീ വീണ്ടും കയറി വന്നോ? ഇറങ്ങി ഇവിടുന്ന്. BP കയറി കറങ്ങി വീഴാതെ അവിടെ എങ്ങനെ പോയി ചുരുണ്ട് കിടക്കടി. ഞാൻ വന്നതേ ഇവിടെ കയറി താമസിക്കാനൊന്നുമല്ല. പിന്നെ നീ എന്തിനാ ഇവിടെ വന്നേ? എന്നെ കാണുന്നത് എനിക്ക് അറപ്പാ. എന്നെ കാണാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടേ? അത് പോയിന്റ്. അങ്ങനെ ചോദിക്ക. അപ്പൊ ഞാൻ പറയാം. മംഗലശ്ശേരിയിലെ സ്വത്തുക്കൾ ഭാഗിച്ച് എനിക്ക് എന്റെ ഷെയർ കിട്ടണം. എന്റെ ആവശ്യം ജെന്യൂനാണ്. എനിക്ക് അവകാശപ്പെട്ടതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അച്ഛൻ എവിടെ? അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. എന്നാൽ അച്ഛൻ വരട്ടെ. അച്ഛന്റെ മുന്നിൽ ചെന്ന് നീ ഷെയർ ചോദിച്ചാലേ വിവരം അറിയും. ഇങ്ങനെ ഒരു മകളില്ലെന്ന് അച്ഛൻ എന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. നാട്ടിലുള്ള ക്രിമിനലിനെല്ലാം ഷെയർ കൊടുക്കണമെന്ന് അച്ഛൻ ചോദിക്കും. പോലീസിനെ വിളിക്കണ്ടെങ്കിൽ കടന്നു പോ. ഈ സ്ത്രീ വീണ്ടും വന്നോ? എന്നെ വിലക്കാൻ നീ ആരാ? ഞാൻ ആരാണ്? നിങ്ങളുടെ തൊലിക്കട്ടി അപാരം തന്നെ. ഞങ്ങള് കരുതിയത് പശ്ചാത്തപിച്ച് നിങ്ങൾ ജീവൻ എടുക്കുമെന്ന്. അതിന് നീ കാത്തിരിക്കൊന്നും വേണ്ടടി. എനിക്ക് മുൻപേ പോകുന്നത് നീ ആയിരിക്കും. ഇറങ്ങി പോവാനാ നിങ്ങളോട് പറഞ്ഞത്. സഞ്ജു വേണ്ട. കവിത വന്നതേ ഷെയർ ചോദിച്ച. ഷെയർ പോലും മരണത്തിന്റെ ഷെയർ ആവും. ഈ സ്ത്രീയുടെ ജാമ്യം പിൻവലിച്ച് ജയിലിൽ അടയ്ക്കാനാ സഞ്ജു ഇനി നമ്മൾ ശ്രമിക്കേണ്ടത്. ഇവരെങ്ങനെ ഒഴിച്ചുവിടാൻ പാടില്ല. എന്റെ കൺമുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? ഇനി ഇതും പറഞ്ഞ് നിങ്ങൾ ഈ വീടിന്റെ പടി കയറരുത്. നിങ്ങൾക്ക് ഇവിടെ ഒരവകാശമില്ല. എന്റെ ഷെയർ എനിക്ക് വാങ്ങാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മയെ കൊന്നവളുടെ കല്യാണമൊക്കെ നടത്താൻ നിങ്ങൾ ഉത്സാഹിക്കുമല്ലേ? ഞാനല്ല അമ്മയെ കൊന്നെന്ന് എനിക്കറിയാം. കോടതിയിൽ ഞാനത് തെളിയിക്കുകയും ചെയ്യും. പറഞ്ഞു തീർന്നോ? എങ്കിൽ പോവാം. പോകാനൊന്നുമല്ല ഞാൻ വന്നത്. ഇവിടെ എന്റെ റൂമിൽ കയറി താമസിക്കാനാ. തടയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ. എവിടേക്കാടി പോകുന്നത്? ഒച്ച എടുക്കാതെ എന്റെ ഷെയർ തരാനുള്ള വഴികളുണ്ടെങ്കിൽ നോക്ക്. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മോനെ വേണ്ട. എങ്ങനെ അവളെ നമുക്ക് തടയാനാവും? മോനെ നീ ഇപ്പൊ ഒന്നിനും പോണ്ട. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. മുത്തശ്ശിയുടെ കൊലപാതകയെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കാനോ? ആ സ്ത്രീ എന്തിടണമെന്ന് എനിക്കറിയാം. സ്വാതി, നീ വാ, നമുക്ക് അഡ്വക്കേറ്റിനെ വിളിക്കാം. ഈശ്വര, ഇനി ഇവിടെ എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടക്കാൻ പോകുന്നത്? എല്ലാരും സൂക്ഷിച്ചോണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.